പക്ഷെ നമുക്കിപ്പം പുതിയ ഒരുപാട് ആൾക്കാരെ പഠിക്കാൻ വേണ്ടിയിട്ട് വരുമല്ലോ. ബിഗിനേഴ്സും കൂടുതൽ ബിഗിനേഴ്സാണ് വരുന്നത്. പിന്നെ കുറെ കോഴ്സിന് പോയിട്ട് റിസൾട്ട് കിട്ടാത്ത സപ്പോർട്ട് കിട്ടാത്ത ആൾക്കാരൊക്കെ വരുമല്ലോ. സോ അവരുടെ അടുത്ത് ട്രൂസൻസിനെ സജസ്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ എന്തുകൊണ്ടെങ്കിലും ട്രൂസൻസിനെ സജസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള ഒരു ഗൈഡൻസോ അഡ്വൈസോ എന്തെങ്കിലും ഉണ്ടാകും? എനിക്ക് പറയാനുള്ളത് ഒരു കാര്യമുണ്ട്. ക്ലിയർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക, മാർക്കറ്റ് വളരെ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക. നമുക്ക് അല്ലാണ്ട് പുറമെ കംപ്ലീറ്റ് നോയ്സ് ആയിട്ടുള്ളത് ഇഷ്ടം പോലെ കണ്ടന്റ് ഉണ്ട് ശരിക്കും മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നത്. പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ യൂട്യൂബ് ആണെങ്കിലും ബാക്കി സോഷ്യൽ മീഡിയ ഓരോരാൾ ഓരോ രീതിയിലാണ് പറയല്. ഓരോരാൾക്ക് അവർ പഠിപ്പിച്ചു തരുന്ന ആൾക്കാരുടെ സ്റ്റൈൽ അനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന ക്ലാസ്. പക്ഷെ അതെല്ലാം നമുക്ക് എല്ലാവർക്കും ആപ്റ്റ് ആവണമെന്നില്ലല്ലോ എല്ലാ ക്ലാസ്സും. എനിക്ക് പറ്റിയത് അതാണ്. ഞാൻ ഓരോ സ്ഥലത്തും അടുത്ത ട്രേഡർ എല്ലാം പ്രോഫിറ്റബിൾ ആണ്. അപ്പൊ അവർക്ക് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ സ്റ്റൈല് ഓക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റും. പക്ഷെ മെജോറിറ്റി ആൾക്കാർക്ക് അത് പറ്റുന്നില്ല. ട്രൂ സയൻസിൽ വെച്ച് കഴിഞ്ഞാൽ ആർക്കും ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നുന്നു. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. സത്യം പറഞ്ഞാല് അത് ഏത് കോമ്പിനേഷനിൽ ഉപയോഗിക്കുക എന്നുള്ള രീതിയിൽ ഇവർ പറഞ്ഞിരുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും എല്ലാവർക്കും ഇതാണ്. കുറച്ചൊരു എഫേർട്ട് കൊടുക്കണം. ഉള്ളിലെ മടിയൊന്നും മാറ്റാൻ റെഡിയാണെങ്കിൽ ഒന്നും പഠിക്കണ്ട, പറയുന്ന അതേ റൂട്ടിൽ പോയിക്കോളാം. പുതിയ ആളുകളോട് ഇതാണ് പറയാനുള്ളത്. എന്തായാലും ഇതൊരു സ്കില്ലായിട്ട് ഓപ്പൺ മൈൻഡഡ് ആയിട്ട് മുമ്പുള്ളതൊക്കെ പഠിച്ചതൊക്കെ ഒഴിവാക്കിയിട്ട് വേണം ഇതെടുക്കാൻ. അല്ല, ഇപ്പൊ ഞാനൊക്കെ ഓൾറെഡി ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ആ ഒരു ഫ്രീ മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ ആദ്യം പൊളിച്ചു കഴിഞ്ഞ് എസ് ഇല്ലാതെ ട്രേഡ് ചെയ്ത് ഇന്നേ വരെ അതൊക്കെ ഇല്ലാതെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. മെയിനായിട്ട് ട്രൂസൻസിന്റെ റിവ്യൂ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റീവ്നെസ് തോന്നി. ഇത് ആർക്കും ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല, ഈ ട്രേഡിങ്ങിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ കൂടി ട്രൂസൻസ് അത് നമ്മള് 1 by 1 ആയിട്ട് ഫീഡ് ചെയ്ത് തരും, ഉള്ള കാര്യം മാത്രം. അതല്ലാണ്ട് കുറെ സ്ട്രാറ്റജി ഇൻഡിക്കേറ്റർ മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നുമില്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയാവുന്ന രീതിക്ക് ഏത് ചെറിയ കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിക്ക് സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് അറിഞ്ഞോ അല്ലാതെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. മനസ്സിലായോ മനസ്സിലായില്ലേ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ എടുക്കാൻ കാരണം എന്നൊക്കെ. ഫാസിൽ ബ്രോന്റെ ക്ലാസ് എക്സലന്റ് എന്ന് ഞാൻ പറയുന്നു. അതിലൊരു കുറ്റം പറയാനില്ല. നമ്മുടെ മെന്ററോട് ചോദിക്കാൻ ഡൗട്ട് ഇല്ല. അത് ഫാസിൽ ബ്രോന്റെ സെഷനിൽ തന്നെ നമ്മൾ ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും ആക്ച്വലി. അത്ര തന്നെ. അതുകൊണ്ട് എന്തായാലും എല്ലാവരും ഈ കോഴ്സ് എടുക്കാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യും. സ്ട്രാറ്റജി അത്രയും അടിപൊളിയാണ്. 1 month കഴിയുമ്പോഴേക്കും നമുക്ക് കോൺഫിഡൻസ് എന്തായാലും വരും. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു ഇൻട്രസ്റ്റും ആ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും സിമ്പിൾ ആയിട്ട് പിടിച്ചെടുക്കാം. സപ്പോർട്ട് തന്നെയാണ് എനിക്ക് ഏറ്റവും. പിന്നെ അതിനകത്ത് കോഴ്സിന്റെ കാര്യം അടിപൊളിയാണ്. അതായത് കോഴ്സ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ബേസിക് ടു ബിഗിനർ ടു അഡ്വാൻസ് ലെവലിൽ ഇങ്ങനെയൊക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യാമെങ്കിൽ അതായത് ആർക്ക് വേണമെങ്കിലും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ സപ്പോർട്ട് സപ്പോർട്ട് അടിപൊളിയാണ്. എനിക്ക് സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. പിന്നെ കോഴ്സും അടിപൊളിയാണ്. പാസ്വേഡ് ആയാലും എല്ലാം സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ആദ്യം ചോദിക്കാൻ എന്താണ് അവസ്ഥ, എന്താ ട്രേഡിങ്ങിന്റെ അവസ്ഥ എന്നാണ് അടുത്ത് ചോദിക്കുന്നത്. കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. പഠിച്ച് കുറെ സ്ഥലത്ത് പഠിച്ചവരാണെങ്കിൽ എന്തായാലും അവർ ഇറങ്ങിയതാണ്. അപ്പൊ ഇതും കൂടെ പഠിക്കട്ടെ. എന്തായാലും തന്നെ നമ്മുടെ വിളിച്ച് കയറട്ടെ എന്ന് ഞാൻ പറയുള്ളൂ. എക്സ്പീരിയൻസ് ഉള്ളവർ, കുറച്ചെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവരാണല്ലോ, എവിടെ വർക്കൗട്ട് ആയിട്ടില്ലെങ്കിൽ ഇതും കൂടെ ട്രൈ ചെയ്യാമല്ലോ അവർക്ക്. പുതിയ ആളാണെങ്കിൽ ഒബ്വിയസ്ലി ഇത് തന്നെയാണ് ബെസ്റ്റ്. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് തന്നെയാണ് ബെസ്റ്റ്. നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന രീതി അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. ഞാൻ അതാണ് ഇപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം. ഡിഫറൻസ് ആയിട്ട് സ്ട്രാറ്റജി പ്രകാരം പറഞ്ഞിട്ടുണ്ട്. റിസ്ക് റിവാർഡ് 1:3 തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പ്രൈസ് കൂടുതലാണ്. ഓൾമോസ്റ്റ് ബേസ് 1:3 കിട്ടുന്ന പറഞ്ഞാൽ നല്ലൊരു പ്രോഫിറ്റബിൾ ആയിരിക്കും. റിവാർഡ് ബേസ് സ്ട്രാറ്റജി പ്രകാരം കിട്ടുന്നത് അത് നല്ലൊരു സ്ട്രാറ്റജി, നല്ല സ്ട്രാറ്റജിയാണ് കിട്ടും. എന്റെ അടുത്ത് തന്നെ ഇപ്പോ ഇൻസ്റ്റയില് ഞാൻ ട്രൂസൻസ് ഫോളോ ചെയ്തിട്ട് തന്നെ 1-2 ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ട്രൂസൻസിലെ സ്റ്റുഡന്റ് ആണോ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരാള് ഞാൻ ഓക്കെ പറഞ്ഞിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരു പേര് എനിക്ക് മറന്നുപോയി. എന്നെ കോണ്ടാക്ട് ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ ആൾക്കൊരു ഡൗട്ട്, ഈ TMC സ്ട്രാറ്റജി ഓക്കെ ആണോ, വർക്കിംഗ് ആണോ? ആള് സ്റ്റോക്കിൽ ട്രേഡ് ചെയ്ത ഒരാളാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ ആണ്, ഞാൻ ചെയ്യുന്നുണ്ട്, ഞാൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി വരുന്നുണ്ട്, ലാസ്റ്റ് സെക്ഷൻ ഒക്കെ ഉള്ളൂ. അപ്പൊ ആള് ഒരാഴ്ച മുന്നേറ്റ് ജോയിൻ ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഞാൻ എല്ലാവർക്കും എന്തായാലും റെഫർ ചെയ്യും. അവർക്ക് ഇപ്പം ബേസിക് ആയിട്ട് എളുപ്പം പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ഇത് തന്നെ ആയിരിക്കണം. ബേസിക് ആയിട്ട് എളുപ്പം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നത്. മറ്റേതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഇച്ചിരി കൂടെ സമയം എടുക്കും. അവസാനത്തെ നമ്മുടെ സമയം എടുത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെയും നമുക്ക് ചിലപ്പം റിസൾട്ട് വേണമെന്ന് നിർബന്ധമില്ല. ഇതാണെങ്കിൽ നമുക്ക് എളുപ്പം പഠിച്ചെടുക്കുകയും ചെയ്യാം. നമുക്ക് അതുപോലെ എളുപ്പം റിസൾട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാം. ഇപ്പൊ ഒരു മാസത്തെ കോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു മാസം കൊണ്ട് നമുക്ക് ഏകദേശം നമ്മൾ എന്തോ ആയി എന്നുള്ളൊരു ചെറിയതായിട്ട് എന്തോ ആയി എന്നുള്ളൊരു സംഭവം നമുക്ക് മനസ്സിൽ തോന്നും. ആക്ച്വലി അതാണ് ഞാൻ ഈ കോഴ്സ് കണ്ട ഏറ്റവും ഗുണം എന്ന് പറയുന്നത്.